ഓക്കെ, മാത്സിൽ നമുക്കറിയാലോ ഡിജിറ്റ് എങ്ങനെ കൗണ്ട് ചെയ്യാം. നമ്മൾ ആദ്യം യൂണിറ്റ് പ്ലേസ് വന്നു, പിന്നെ ടെൻസ് പ്ലേസ് വന്നു, പിന്നെ 100 പ്ലേസ് വന്നു, പിന്നെ 1000 വന്നു, പിന്നെ 10,000 വന്നു, പിന്നെ ലാക്സ്, 10 lakhs, ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടാണ് യൂണിറ്റ് തുടങ്ങുക. യൂണിറ്റ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 lakh, അങ്ങനെ പോകും. അതാണ് നമ്മൾ മാത്സിൻ്റെ ഡിജിറ്റ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു നമ്പർ എടുക്കുകയാണ്. ഞാനൊരു നമ്പർ എടുക്കുകയാണ്. 24 മൾട്ടിപ്ലൈഡ് ബൈ 5. സിംഗിൾ ഡിജിറ്റാണ്. ഓക്കെ, 24 മൾട്ടിപ്ലൈഡ് ബൈ 5. ഇപ്പം നമ്മുടെ ലൈൻ വരച്ചിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 2 and 4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 2 വര വരച്ചു. 1, 2, ഇവിടെ 1, 2, 3, 4. ഇനി താഴത്തെ എത്ര കൊടുത്തിരിക്കുന്നത് 5. അപ്പോൾ 5 വര. ഇപ്പുറത്ത് ടെൻസിന് പ്ലേസില്ല, 0 ആണ്. അപ്പോൾ 0 ഒന്നുമില്ല, ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5, 1, 2, 3, 4 and 5. ഇനി നമ്മുടെ ടെക്നിക്ക് പ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ ജോയിൻസിനും കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ 10 ജോയിൻസ് ഉണ്ട്. ഇവിടെ താഴത്ത് നോക്കി എത്ര ജോയിൻസ് ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ ഇവിടെ 20 ജോയിൻസ് ഉണ്ട്. ഇത് 20, ഇവിടെ 10. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെച്ചിട്ട് ആദ്യം ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ 20 എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിറ്റും ആയി, ടെൻസും ആയി. അപ്പോൾ ഇതിലത്തെ യൂണിറ്റ് നമ്പർ എന്താണ്, 0. അപ്പോൾ നമ്മൾ ഇവിടെ 0 എഴുതി. ബാലൻസ് എത്രയാണ്, 2. ഈ 2നെ നമ്മൾ ഈ 10ൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പോൾ 10 + 2 എത്രയാണ്, 12. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 10 + 2, ഇത് എത്രയാണ്, 12. അപ്പോൾ ഈ 12 എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം, 12. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി, 120. അപ്പോൾ 24 × 5 എത്രയാണ്, 120. മനസ്സിലായോ? ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ 36 മൾട്ടിപ്ലൈ ബൈ 7. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം 3 ലൈൻ വരയ്ക്കുക. 1, 2, 3. ഇനി താഴത്തെ എത്ര വരയ്ക്കണം, 6. അപ്പോൾ 1, 2, 3, 4, 5, 6 ലൈൻ. ഇനി ഇവിടെ എത്രയുള്ളത്, 7 ലൈൻ. അപ്പോൾ അങ്ങോട്ട് 7 വരയ്ക്കുക. 1, 2, 3, 4, 5, 6 and 7. ഇനി നമ്മൾ ഈ ജോയിൻസിനെ കൗണ്ട് ചെയ്യണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. ഇവിടെ എത്ര കിട്ടിയത്, 21. ഇവിടെ എത്ര ജോയിൻസ് ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്, 42. ഇനി നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ഇത് യൂണിറ്റും ഇത് ടെൻസും. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലേസിനെ താഴത്ത് എഴുതുക 2. ഈ ബാലൻസ് 4 എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ 21 + 4 എത്രയാണ്, 21 + 4 is 25. അപ്പോൾ അതിവിടെ എഴുതുക 25. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി, 252. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ഇത് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഒന്ന് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഒരെണ്ണം കൂടി അതുപോലെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ്. ഇത് വേദിക് മാത്സ് മെത്തേഡ് അല്ല, പക്ഷേ ഇതൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു നമ്പറും കൂടി നോക്കാം. 321. ഇവിടെ 3 ഡിജിറ്റ് വന്നു. ഓക്കെ, ഇനി മൾട്ടിപ്ലൈഡ് ബൈ 1, 3, 2 ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ 3 ഡിജിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ എന്താണ് 3. അപ്പോൾ ഇവിടെ 3 ലൈൻ വരച്ചു. 1, 2, 3. അത് കഴിഞ്ഞ് എത്രയാണ്, 2. അപ്പോൾ 3 ഗ്യാപ്പ് ഇട്ടിട്ട് 1 and 2.
ഇനി അത് കഴിഞ്ഞ് എത്രയാണ് 1. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് 1 ലൈൻ വരച്ചു. ഇനി താഴെ എത്രയാണ് 1 and 3. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടെ 3 ആണ്. അപ്പോൾ 1 2 3. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 സ്റ്റെപ്പ് വന്നു അല്ലേ. ആദ്യമൊക്കെ നമ്മൾ 2 സ്റ്റെപ്പാണ് കണ്ടത്. ഇപ്പോൾ ഇവിടെ 3 സ്റ്റെപ്പായി. ഇത് നമ്മൾ കൗണ്ട് ചെയ്യുക ഇതിനെ. 1 2 3. ഇവിടെ 3 ആയി. ഇത് 1 2 3 4 5 6 7 8 9. ഇത് 9 ആയി. 1 2 3 4 5 6. ഇത് 6 ആയി. 1 2 3. ഇവിടെ 3 ആയി. ഇത് 1. ഇത് 1 and 2. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഗ്രൂപ്പാക്കണം. ഇതിനെയും കൂടി ഒരു ഗ്രൂപ്പാക്കണം. ഇതിനെയും കൂടി ഒരു ഗ്രൂപ്പാക്കണം. ഇത് ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ ഗ്രൂപ്പാക്കണം. ഓക്കെ. ഇങ്ങനെ ക്രോസ്. അപ്പോൾ ഇത് ഫസ്റ്റ് എന്താണ്? 3. അപ്പോൾ ആ 3നെ നമ്മൾ ഇവിടെ എഴുതിയ 3. ഇനി ഇത് രണ്ടും ഗ്രൂപ്പായി. അപ്പോൾ ഇത് 6 + 1 എത്രയാണ്? അത് 7 എഴുതി. ഇനി ഇവിടെ 9 and 2 ആണ്. അപ്പോൾ 9 + 2 എത്രയാണ്? 11. അപ്പോൾ നമ്മൾ 11 എഴുതരുത്. 9 + 2 11 ആണെങ്കിൽ ഇവിടെ 1 മാത്രം എഴുതുക. 1 ഇവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ്? 3. 3 + 1 എത്രയായി? 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4 1 7 3. മനസ്സിലായോ ടെക്നിക്ക്? 3 2 1 × 1 3 ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ലൈൻസ് വരച്ചു. ആദ്യം 3 ലൈൻ വരച്ചു, ഇങ്ങനെ ഹൊറിസോണ്ടൽ വരച്ചു. പിന്നെ 2 ലൈൻ വരച്ചു. പിന്നെ 1 ലൈൻ വരച്ചു. പിന്നെ 1 3ക്ക് വേണ്ടിയിട്ട് 1 ലൈൻ ഇങ്ങനെ വരച്ചു. പിന്നെ 3 ലൈൻ ഇങ്ങനെ വരച്ചു. പിന്നെ നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ, ഈ ജോയിൻ്റ് എല്ലാം കൗണ്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ കോർണർ തൊട്ട് ഇതിന് സിംഗിളാക്കി വെക്കണം. ഈ കോർണർ സിംഗിളാണ്. പിന്നെ 2 എണ്ണത്തിന് പെയറാക്കുക. ഇത് 2 എണ്ണത്തിനും പെയറാക്കുക. ഇതിനെ വീണ്ടും സിംഗിളാക്കുക. ഇനി അതിലത്തെ ഫസ്റ്റ് ഡിജിറ്റിനെ ഇവിടെ എഴുതുക. ഇതിപ്പോൾ 10 ഡിജിറ്റാണ്. ഇപ്പോൾ 2 ഡിജിറ്റാണെന്ന് വിചാരിച്ചു. 2 ഡിജിറ്റായി വരികയാണ്. ഇപ്പോൾ 1 3 ആണ് വരുന്നത് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? വെറും 3 മാത്രം ഇവിടെ എഴുതണം. എന്നിട്ട് 1 ഇവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും പ്ലസ് ചെയ്ത് കൂടെ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇല്ലാത്ത കൊണ്ട് നമ്മൾ 3 3 തന്നെ എഴുതി. ഇവിടെ 6 + 1 7 ആയതുകൊണ്ട് 7 തന്നെ എഴുതി. പക്ഷേ ഇവിടെ നോക്കിയാൽ 9 + 2 11 ആണ്. അപ്പോൾ 11 ആയപ്പോൾ നമ്മൾ 11 അല്ല എഴുതിയത്, ജസ്റ്റ് 1 എഴുതി. 1 നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. എന്നിട്ട് ഈ 3 + 1 4. അപ്പോൾ നമ്മുടെ ആൻസറായി 4 1 7 3. ഓക്കെ. എളുപ്പത്തിൽ മനസ്സിലാവുണ്ടല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.